അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും സുഖമാണ്, അൽഹംദുലില്ലാ. ഞാനിന്ന് എൻ്റെ രാവിലത്തെ കുട്ടി പരിപാടികൾ വളരെ കാണിക്കാൻ വിചാരിച്ചു. രാവിലെ ചായ വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചായ തിളച്ച് ഓഫാക്കി. ചായയിൽ വെറും ചായപ്പൊടി മാത്രമേ ഇടലുള്ളൂ. പഞ്ചാര ഇവിടെ ഒരാൾക്ക് മാത്രമേ ഷുഗറുള്ളൂ, പക്ഷെ ഞങ്ങളാരും പഞ്ചാര ഇട്ട ചായ കഴിക്കില്ല. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന ഇഡ്ഡലിയാണ്. രാത്രി തന്നെ മാവ് അരച്ച് വെച്ചിരുന്നു. അത് വെള്ളം അടുപ്പത്ത് വെച്ചു, ഇഡ്ഡലി പാർന്ന് വെച്ചിരുന്നു അടുപ്പത്ത്. ഇഡ്ഡലിക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കാനെന്ന് വിചാരിച്ചു. ഒരു സിമ്പിൾ സാമ്പാർ. ഇതവിടെ ആകട്ടെ. പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വെല്ലുള്ളി അത് ഞാൻ വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതാണ്. സിമ്പിള് സാമ്പാറിന് ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ചെറിയ ഉള്ളി ഇതിലിട്ട് 10 എണ്ണം. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം. ഇഡ്ഡലിയായോ നോക്കാൻ മതി. ഉഷാറായി. നമ്മളൊരു സിമ്പിൾ സാമ്പാറാണ് വെക്കുന്നത്. ഇതിൽ കൂടുതൽ പച്ചക്കറി ഒന്നും ചേർക്കണില്ല. ഇതിൽ പരിപ്പും മഞ്ഞൾപ്പൊടി, വെല്ലുള്ളിയും ചെറിയ ഉള്ളി വലുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കിടന്ന് പോട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് പച്ചക്കറി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ കുമ്പളങ്ങ, വെണ്ടക്ക ആകെ 2 ഉണ്ട്. അപ്പോൾ അതിന് വാട്ടിയിട്ടില്ല, അങ്ങനെ ഇട്ട്. പിന്നെ പച്ചപ്പയർ, പച്ചമുളക് ഒക്കെ ഇതിലിട്ടു. പിന്നെ ഇതിൽ ഒരു തക്കാളി, 5-6 വെളുത്തുള്ളി, മല്ലിച്ചപ്പ്. ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി. ഒന്നേകാൽ സ്പൂൺ മുളകും പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ പരിപ്പിലിട്ടിക്കണം. കൂടുതൽ പച്ചക്കറി ഇല്ലാത്ത സാമ്പാറാണ്. ഇത് സാമ്പാർ പൊടി 1 സ്പൂണ്. പരിപ്പിൽ നമ്മൾ ലേശം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇതിലിടുക. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. മൂടി വെച്ച് വേവിക്കുക.
കഷ്ണങ്ങളൊക്കെ വെന്തിക്കണോ നോക്കുക. എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കുറുകിയ നമ്മൾ സാമ്പാർ വെക്കണമെങ്കിൽ കൂടുതൽ പച്ചക്കറി നമുക്ക് വേണ്ട. നല്ല സാമ്പാറല്ലാതെ തന്നെ വെക്കാം. നമ്മൾ എല്ലാ സാധനങ്ങൾ വെച്ചിട്ട് ഇത് പുളി പിഴിഞ്ഞ് വെച്ചതാണ്. സൂപ്പർ സാമ്പാർ. ഇന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മൾ സാമ്പാർ ഇവിടെ റെഡിയായി. സിമ്പിൾ സാമ്പാർ, അടിപൊളി. ഗ്യാസ് ഓഫ് ചെയ്യാം. എനിക്കൊന്ന് താളിച്ച് വയ്ക്കണം. അവിടെ ഗ്യാസ് കത്തിച്ചു, ചട്ടി വെച്ചു. മഴയൊക്കെ പോയി തോന്നുന്നു. ഇന്ന് രാവിലെയൊക്കെ സുബഹിക്കൊന്നും നല്ല തണുപ്പാണ്, മഞ്ഞുണ്ട്. ഒരു സ്പൂണ് 1.5 സ്പൂൺ ഉണ്ടാവും. കുക്കിംഗ് ഓയിൽ ഒഴിച്ചു. കുക്കിംഗ് ഓയിൽ ഒഴിച്ചു. സാമ്പാർ വെച്ചാൽ എന്താണെന്നോ, ഇന്നത്തെ നമ്മളെ കറിയുടെ പരിപാടി കഴിയും. വൈകുന്നേരം വരെയൊക്കെ ആവും. അല്ലെങ്കിൽ രാവിലെ വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേറെ ഉച്ചക്ക് വൈകുന്നേരത്തൊക്കെ വേറെയും കറികൾ വെക്കണം. ഇതാവുമ്പോൾ ഒറ്റ കറിയിൽ നമുക്ക് ഉച്ചക്കും വൈകുന്നേരത്തേക്കും ഒക്കെ ആയി. കുറേ പച്ചക്കറികൾ വേണമെന്നൊന്നുമില്ല. നമ്മളെ വീട്ടിലില്ലത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കാം. കൂടുതൽ പച്ചക്കറി ഇട്ട് ഉണ്ടാക്കണേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണം. കുറച്ച് ഉലുവ ഇട്ടു. അര സ്പൂണ് കടുക് ഇട്ടു. ഒന്ന് പൊട്ടി വരട്ടെ. ഇതിന് നോക്കട്ടെ. എൻ്റെ പച്ചമുളക്, അടിപൊളി സാമ്പാർ റെഡിയായി. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും.